നമ്മുടെ തിരുവനന്തപുരത്ത് മേയറുടെ കാര്യത്തിൽ തീരുമാനമല്ലോ ആയോ? തീരുമാനമൊന്നും ആയില്ല. റിപ്പോർട്ട് ബ്രേക്കിംഗ്. തിരുവനന്തപുരം മേയറെ തീരുമാനിക്കുന്നതിൽ BJPയിൽ ആശയക്കുഴപ്പം. VV രാജേഷിനും R ശ്രീലേഖയ്ക്കും പുറമെ ചർച്ചയിലേക്ക് കൂടുതൽ പേരുകൾ വരുന്നുണ്ട്. VG ഗിരികുമാറിന്റെയും കരമന അജിത്തിന്റെയും പേരുകളാണ് ഉയർന്നിരിക്കുന്നത്. രാജേഷ് അല്ലെങ്കിൽ ഗിരികുമാറിനെ പരിഗണിക്കണമെന്നാണ് RSSന്റെ നിർദ്ദേശം. മേയറും ഡെപ്യൂട്ടി മേയറും വനിതകളാകുന്നതിൽ പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഡെപ്യൂട്ടി മേയർ വനിതാ സീറ്റ് ആയതുകൊണ്ട്, വനിതാ സംവരണമായതുകൊണ്ട് ഇക്കാര്യത്തിൽ ശ്രീലേഖയ്ക്ക് മേയറാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഡെപ്യൂട്ടി മേയറായി ഒരുപക്ഷെ ശ്രീലേഖ തന്നെ വന്നേക്കാനാണ് സാധ്യത. പക്ഷേ നിലവിൽ നമ്മൾ പരിഗണിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടിരുന്ന രാജേഷിനോടൊപ്പം തന്നെ മറ്റ് രണ്ട് പേരുകൾ കൂടി ഉയർന്ന് കേൾക്കുന്നുണ്ട് അല്ലേ? ഗിരികുമാറിന്റെയും കരമന അജിത്തിന്റെയും. കരമന അജിത്തിനാണെങ്കിൽ അത്തരമൊരു താല്പര്യമുണ്ടെന്നുള്ളത് നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കിയതുമാണ്. ഇപ്പോൾ തീർപ്പാക്കിയിട്ടില്ല, കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങുന്നതേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ 3 പേരുകളിലാണോ ചർച്ചകൾ നടക്കുന്നത് ഹരിമോഹൻ? അരുൺ, ഇപ്പോൾ പേരുകൾ കൂടുന്നു എന്നുള്ളതാണ്. അതായത് VV രാജേഷിന്റെയും ശ്രീലേഖയുടെയും പേരുകൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് ഈ വനിതാ സംവരണത്തിന്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ആ 2 പേർ വനിതകളാകുന്നതിനോട് പലർക്കും വിയോജിപ്പാണ്. അതുകൊണ്ട് മേയർ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കണമെന്നുള്ള ആവശ്യം വന്നതിനെ തുടർന്നാണ് ശ്രീലേഖയ്ക്ക് മുന്നിലുള്ള വാതിലുകൾ അടഞ്ഞത്. പക്ഷേ VV രാജേഷ് എന്ന് പറയുന്ന ഒരൊറ്റ പേരിൽ നിൽക്കാൻ ഇപ്പോൾ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വത്തിലെ ഭൂരിഭാഗവും രാജേഷിന് പിന്തുണ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് VV രാജേഷ് ആകുന്നതിനോട് അത്ര യോജിപ്പില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതേസമയം തന്നെ RSS നേതൃത്വത്തിന്റെ ആദ്യ പേര് എന്ന് പറയുന്നത് VV രാജേഷ് തന്നെയാണ്. പക്ഷേ അതേസമയം VV രാജേഷിനെ ആക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ VG ഗിരികുമാറിനെ പരിഗണിക്കണമെന്നുള്ളതാണ്. VG ഗിരികുമാർ നേരത്തെ RSSന്റെ തിരുവനന്തപുരത്തെ ചുമതല വഹിച്ച ആൾ കൂടിയാണ്. മാത്രമല്ല 3 തവണ കൗൺസിലർ ആയിട്ടുണ്ട്. ചെറുപ്പക്കാരനാണ്, താരതമ്യേന ചെറുപ്പക്കാരനുമാണ്. അപ്പോൾ തിരുവനന്തപുരം മേയറാകാൻ രാജേഷ് അല്ലെങ്കിൽ ഗിരികുമാർ വരണമെന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ RSS എത്തി നിൽക്കുന്നത്. പക്ഷേ അതേസമയം BJP നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ കരമന അജിത്തിന്റെ പേര് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പല വിഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അത് VV രാജേഷിന്റെ പേര് വെട്ടാൻ വേണ്ടി ആണ് കരമന അജിത്തിന്റെ പേര് മറ്റു ചിലർ ഉയർത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ പേര് കൂടി ചർച്ചയ്ക്ക് എടുക്കുന്നു നേതൃത്വം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ജില്ലാ കോർ കമ്മിറ്റി നടക്കുന്നുണ്ട്. ആ കോർ കമ്മിറ്റിയിലൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ചർച്ചയാകും. ശ്രീലേഖയുടെ പേരെന്തായാലും തൽക്കാലം പരിഗണനയ്ക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം ഡെപ്യൂട്ടി മേയർ ആകാൻ ശ്രീലേഖയുടെ പേര് പരിഗണിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ ശ്രീലേഖ അതിനോട് അത്ര താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് മഞ്ജുവിന്റെയും GS മഞ്ജുവിന്റെയും സിമി ജ്യോതിഷിന്റെയും അടക്കമുള്ള പേരുകളാണ് ചർച്ചയിലേക്ക് വരിക. ഇന്നിപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ ഒരു തീരുമാനം അറിയിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആരാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. 21-ാം തീയതിക്ക് മുമ്പ് എന്തായാലും പുതിയ ഭരണസമിതി വരണം. താങ്ക് യു ഹരി. തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. VV രാജേഷ് ആണോ, കരമന അജിത്താണോ, ഗിരികുമാറാണോ? നമുക്ക് കാത്തിരിക്കാം.